സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. റിപ്പോർട്ടർ ടിവിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പീഡന ആരോപണം ചാനലിനെ അടിക്കാനുള്ള വടിയായി ഉപയോഗിക്കാമെന്ന മാങ്കൂട്ടത്തിൽ അനുകൂലികളായ കോൺഗ്രസുകാരുടെ മോഹം പൊലിഞ്ഞിരിക്കുകയാണ്. അതിന് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, ആരോപണ വിധേയനെതിരെ റിപ്പോർട്ടർ ടിവി മാനേജ്മെന്റ് എടുത്ത അതിവേഗ നടപടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ആരോപണ വിധേയന്റെ രാഷ്ട്രീയ പശ്ചാത്തലമാണ്. ഇക്കാര്യങ്ങളാണ് ഈ വീഡിയോ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ചില നിർണായക കണ്ടെത്തലുകളിലേക്ക് എത്തിയെന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. അതും ഈ വീഡിയോയുടെ അവസാനം വിശദീകരിക്കാം. ആദ്യം പീഡന കാര്യം ധൈര്യമായി തുറന്നു പറഞ്ഞ റിപ്പോർട്ടർ ചാനലിലെ മുൻ ജേർണലിസ്റ്റ് അഞ്ജന അനിൽകുമാർ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാം. എനിക്കൊരു ഷോക്കാണുള്ളത്. കാരണം ആ വ്യക്തിയിൽ നിന്നും ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു സ്ട്രേഞ്ചർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇത്രയും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവില്ലായിരുന്നു. അപ്പോൾ ആ വ്യക്തിയുടെ പേര് പറയാം, അത് പറയണം, അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. റിപ്പോർട്ടർ ടി വിയിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള ക്രിസ്ത്യൻ തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ ഈ മെയ് മാസം അവിടെ ഡെപ്യൂട്ടേഷന് ന്യൂസ് ഡെസ്കിൽ ചെന്ന സമയത്ത് മോശമായി പെരുമാറിയത്. ഇയാൾ എന്നോട് മാത്രമല്ല മോശമായിട്ട് പെരുമാറിയത്, ഇതിനു മുൻപും അവിടെ ജോലി ചെയ്തിരുന്ന ചിലരോടും ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ വെച്ചുള്ള മോശമായ അനുഭവത്തെക്കുറിച്ചാണ് അഞ്ജന പറയുന്നത്. അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ക്രിസ്ത്യൻ തോമസ് മോശമായി പെരുമാറിയെന്നാണ് അഞ്ജന വെളിപ്പെടുത്തിയത്. അതിന് പിന്നാലെ ആരോപണ വിധേയനായ ക്രിസ്റ്റിക്കെതിരെ സസ്പെൻഷൻ നടപടികളുമായി റിപ്പോർട്ടർ മാനേജ്മെന്റ് രംഗത്ത് വന്നു. ഇത് വ്യക്തമാക്കിക്കൊണ്ട് റിപ്പോർട്ടർ ടി വി മാനേജിംഗ് എഡിറ്റർ ആൻഡോ അഗസ്റ്റിൻ കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം. റിപ്പോർട്ടർ ടി വിയിലെ ഞങ്ങളുടെ സഹപ്രവർത്തക രാജിവെച്ച് 2 മാസത്തിന് ശേഷം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ ചാനലിലെ സ്റ്റാഫായ ക്രിസ്ത്യൻ തോമസിനെതിരെ ഉന്നയിച്ച ആരോപണം പരാതിയായി കണക്കാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയനെ സ്ഥാപനത്തിൽ നിന്നും ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താനും അടിയന്തരമായി ആഭ്യന്തര അന്വേഷണം നടത്താനും തീരുമാനിച്ചു. കൂടാതെ ഇക്കാര്യം പോലീസിൽ അറിയിക്കുകയും ചെയ്യും എന്നാണ് ആൻഡോ അഗസ്റ്റിൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതിന് പിന്നാലെ ആൻഡോയുടെ കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ടി വി കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറും ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നു. അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: പേര് വെളിപ്പെടുത്തിയ വീഡിയോ കണ്ടത് രാവിലെയാണ്. അതായത് അഞ്ജനയുടെ വീഡിയോയുടെ കാര്യമാണ് അരുൺകുമാർ സൂചിപ്പിക്കുന്നത്. 3 മണിക്കൂറിനുള്ളിൽ തീരുമാനം. ആരോപണ വിധേയനായ സ്റ്റാഫ് ക്രിസ്ത്യൻ തോമസിനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തും. ആഭ്യന്തര അന്വേഷണം നടത്തും. പോലീസ് സ്റ്റേഷനിൽ അറിയിക്കും. CCTV ക്യാമറ ദൃശ്യങ്ങളും മറ്റ് തെളിവുകളും ഉള്ള പക്ഷം നൽകും. സഹപ്രവർത്തകയെ വിശ്വസിച്ച് അന്വേഷണവുമായി സഹകരിക്കും. ന്യായീകരിക്കില്ല. സഹപ്രവർത്തകയെ കുറ്റപ്പെടുത്തില്ല. കേസ് ഒതുക്കില്ല. മറ്റ് ഒഴിവുകഴിവുകൾ പറയില്ല. നിരപരാധി എന്ന് തെളിയിക്കാതെ ഇവിടെ തുടരാനാകില്ല എന്നാണ് അരുൺകുമാർ കുറിച്ചിരിക്കുന്നത്. അരുണിന്റെ കുറിപ്പ് കൃത്യമായി ലക്ഷ്യം വെക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒഴിവുകഴിവുകൾ പറഞ്ഞ് സംരക്ഷിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തന്നെയാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഗർഭഛിദ്ര ആരോപണങ്ങൾ സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള ഓഡിയോ സംഭാഷണവും മറ്റും സജീവമായി പുറത്തുവിട്ടത് റിപ്പോർട്ടർ ടി വിയാണ്. ഈ വിഷയം സമൂഹത്തിൽ ചർച്ചയാക്കി നിലനിർത്തുന്ന ചാനൽ എന്ന നിലയ്ക്ക് റിപ്പോർട്ടറിനെ ഒരു പ്രഖ്യാപിത ശത്രുവായി ഒരു കൂട്ടം കോൺഗ്രസുകാർ കാണുകയാണ്. റിപ്പോർട്ടറിന്റെ വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയും ചാനലിന്റെ തൃശ്ശൂരിലെ ഓഫീസിലേക്ക് കരിയോയിൽ ഒഴിച്ചും തുടർ വാർത്തകളിൽ നിന്ന് ചാനലിനെ പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ ചാനൽ അധികൃതരെ അല്ലെങ്കിൽ ജേർണലിസ്റ്റുകളെ പേടിപ്പിക്കാൻ മാങ്കൂട്ടത്തിൽ അനുകൂലികളായ കോൺഗ്രസുകാർ നിരവധി ശ്രമങ്ങളാണ് നടത്തിയത്. എന്നാൽ ഈ വിഷയത്തിൽ ഭീഷണിക്ക് വഴങ്ങില്ല എന്നും ചാനൽ പൂട്ടേണ്ടി വന്നാലും നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകില്ല എന്നും വ്യക്തമാക്കി മാനേജിംഗ് എഡിറ്റർ ആൻഡോ അഗസ്റ്റിൻ രംഗത്ത് വന്നിരുന്നു. റിപ്പോർട്ടറിനെതിരായ കടുത്ത ശത്രുതയുടെ ഭാഗമായി അരുൺകുമാറിനെതിരെ സൈബർ ആക്രമണം നടത്തിയും മറ്റും ഒരു വിഭാഗം കോൺഗ്രസുകാർ മുന്നോട്ടു പോകുമ്പോഴാണ് ചാനലിലെ മുൻ ജീവനക്കാരികളായ 2 പേർ ആരോപണവുമായി രംഗത്ത് വന്നത്. അതിൽ ഒരാളാണ് ഇപ്പോൾ പേര് പറഞ്ഞ് ആരോപണം ഉന്നയിച്ച അഞ്ജന. ആദ്യം അഞ്ജന ആരോപണം ഉന്നയിച്ചപ്പോൾ പേര് പറഞ്ഞിരുന്നില്ല, ഫേസ്ബുക്ക് പോസ്റ്റ് കുറിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. തുടർന്ന് പീഡനവീരൻ അരുൺകുമാർ ആണ് എന്നുള്ള തരത്തിലുള്ള സൈബർ ആക്രമണവുമായി കോൺഗ്രസ് ഹാൻഡിലുകൾ രംഗത്ത് വന്നിരുന്നു. അഞ്ജന പരാതി നൽകിയാൽ ആരോപണ വിധേയനെതിരെ നടപടിയെടുക്കുമെന്ന് അന്ന് തന്നെ റിപ്പോർട്ടർ ടി വി മാനേജ്മെന്റ് നിലപാട് വ്യക്തമാക്കിയിരുന്നെങ്കിൽ കൂടിയും കോൺഗ്രസുകാരുടെ ഈ സൈബർ ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. എന്തായാലും ഈ വിഷയം വെച്ച് റിപ്പോർട്ടർ ടി വിയെ
പ്രതിരോധത്തിലാക്കാമെന്നാണ് കോൺഗ്രസ്സുകാർ സത്യത്തിൽ വിചാരിച്ചിരുന്നത്. അത് പൊളിഞ്ഞു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അഞ്ജന പേര് പറഞ്ഞ് വീഡിയോ ഇട്ടതിന് പിന്നാലെ ശക്തമായ നടപടിയാണ് ക്രിസ്റ്റിക്കെതിരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ടർ TV മാനേജ്മെന്റ് എടുത്തത്. മാത്രമല്ല അത് സമൂഹ മാധ്യമങ്ങളിൽ ഔദ്യോഗികമായി ഒരു അറിയിപ്പായി നൽകുകയും ചെയ്തു. കൂടാതെ ഈ വിഷയത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്തും, ഈ കാര്യം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യും, CCTV ക്യാമറ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറും എന്നതൊക്കെ വ്യക്തമാക്കി തങ്ങളുടെ നടപടികളിൽ സുതാര്യത കൊണ്ടുവരാനും റിപ്പോർട്ടർ TVക്ക് കഴിഞ്ഞു. റിപ്പോർട്ടറിന്റെ ഈ നടപടി വളരെ മാതൃകാപരമെന്നാണ് സോഷ്യൽ മീഡിയ ഒന്നാകെ പ്രശംസിക്കുകയും ചെയ്യുന്നത്. ഇവിടെ തന്നെ മാങ്കൂട്ടത്തിൽ അനുകൂലികൾക്ക് കനത്ത തിരിച്ചടി കിട്ടിയെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. അതിനേക്കാൾ വലിയ തിരിച്ചടി അവർക്ക് കിട്ടിയത് ആരോപണ വിധേയന്റെ രാഷ്ട്രീയ പശ്ചാത്തലമാണ്. ക്രിസ്റ്റി തോമസ് പഴയ KSU നേതാവും കടുത്ത കോൺഗ്രസ് അനുഭാവിയും കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത് ബന്ധമുള്ള ആളുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പുതുപ്പള്ളിക്കാരനാണ് ക്രിസ്റ്റി, ചാണ്ടി ഉമ്മനുമായി അടുത്ത് ബന്ധമുള്ള ആളാണെന്നും പറയപ്പെടുന്നു. എന്നാൽ ക്രിസ്റ്റിയുടെ പേരോ രാഷ്ട്രീയമോ പുറത്തു പറയാതെ റിപ്പോർട്ടർ TVയെയും ഡോക്ടർ അരുൺകുമാറിനെയും ടാർഗറ്റ് ചെയ്യാനാണ് ഇപ്പോഴും കോൺഗ്രസിന്റെ സൈബർ ടീം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതായത് നിരവധി സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കാൻ മറ്റൊരു കോൺഗ്രസ് അനുഭാവി ചെയ്ത ഒരു മോശം പെരുമാറ്റം അത് വെച്ച് ബാലൻസ് ചെയ്യാനുള്ള ശ്രമമാണ് ഷാഫി മാങ്കൂട്ടത്തിൽ ടീം നടത്തുന്നത് എന്ന് പറയേണ്ടി വരും. പക്ഷേ അതും പാളുന്നതാണ് കാഴ്ച. അങ്ങനെ അടിക്കുന്ന ഗോളൊക്കെ സെൽഫ് ഗോളായി മാറുന്ന ഒരു അവസ്ഥയിലാണ് മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സുകാരെന്ന് പറയേണ്ടി വരും. താൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ച തീ സ്വന്തം മൂട്ടിലേക്ക് തന്നെ വ്യാപിച്ച് കത്തിപ്പിടിച്ച് ഓടി മറിഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് തൻ്റെ വരവറിയിച്ച ഒരു നേതാവിൻ്റെ രാഷ്ട്രീയ അന്ത്യവും അതിന് സമാനമായിരിക്കുമെന്നാണ് ഇടത് ഹാൻഡിലുകൾ കോൺഗ്രസിൻ്റെ ഈ അവസ്ഥയെ ട്രോളുന്നത്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ദൃശ്യത്തെയാണ് ഈ ഇടത് ഹാൻഡിലുകൾ സൂചിപ്പിക്കുന്നത്. പണ്ട് പത്തനംതിട്ടയിൽ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുണ്ടിന് തീ പിടിച്ച ഒരു കാര്യമാണ് ഈ കോൺഗ്രസ്സുകാരെ പരിഹസിക്കാനായി ഇടത് ഹാൻഡിലുകൾ ഉപയോഗിക്കുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് നടത്തുന്ന അന്വേഷണത്തിലേക്ക് പോയാൽ 2 യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായി എന്ന വിവരമാണ് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഗർഭചിത്രം നടന്ന ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ നിന്നാണ് ഈ വിവരം കിട്ടിയതെന്നാണ് റിപ്പോർട്ട്. ആദ്യ ഗർഭചിത്രത്തിന് ഇരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ സഹായിച്ചു എന്നുള്ള വിവരവും പുറത്തുവരികയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രഹസ്യാന്വേഷണ വിഭാഗവും ഇതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഈ രണ്ടായി ശേഖരിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ചാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ആരും പരാതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തേക്ക് സൂചിപ്പിച്ചതുപോലെ കേസെടുക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. അതിനാൽ എന്തുകൊണ്ട് ഈ പെൺകുട്ടികൾ പരാതി നൽകാത്തത് എന്നതും അന്വേഷിക്കുന്നുണ്ട്. പെൺകുട്ടികളെ കണ്ട് പരാതി നൽകുന്നതിനെ കുറിച്ച് അന്വേഷണ സംഘം സംസാരിക്കും. പരാതി ഇല്ല എങ്കിൽ ആശുപത്രി രേഖകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തും, ഈ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തും. അതാണ് ഒരു തീരുമാനം. കേസ് പിന്നീട് ഒരു കുറ്റകൃത്യമായി വരികയാണെങ്കിൽ, ഭാവിയിൽ ഒരു കുറ്റകൃത്യമായി വരികയാണെങ്കിൽ എന്തുകൊണ്ട് പെൺകുട്ടികളെ കണ്ടില്ല എന്നുള്ള ചോദ്യം ഉയരാൻ ഇടയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടാണ് പെൺകുട്ടികളെ കണ്ട് മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. മാത്രമല്ല ഒരു പെൺകുട്ടിയെ സ്വാധീനിച്ചു എന്നുള്ള ആരോപണം ഉയർന്ന ഒരു 4 വനിതാ മാധ്യമ പ്രവർത്തകരെ ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിനും വേണ്ടി പെൺകുട്ടിയെ ഇവർ സ്വാധീനിച്ചുവെന്നും പണം വാഗ്ദാനം ചെയ്തു എന്നുമുള്ള ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. ഇതിനൊപ്പം മാങ്കൂട്ടത്തിൻ്റെയും ബന്ധപ്പെട്ടവരുടെയും സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇരയെ കണ്ടു എന്ന് വെളിപ്പെടുത്തിയ മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മയിൽ നിന്നും രാഹുലിനെതിരെ ചില സൂചനകൾ ആദ്യം പുറത്തുവിട്ട മുൻ മാധ്യമപ്രവർത്തകയും മോഡലുമായ റിനി ആൻ ജോർജിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായി പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിൻ്റെ ശാസ്ത്രീയ പരിശോധനയും നടത്തും. ഈ രീതിയിൽ പഴുതടച്ചുള്ള ഒരു അന്വേഷണവുമായാണ് ക്രൈംബ്രാഞ്ച് സംഘം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല സമാന്തരമായി രഹസ്യാന്വേഷണ വിഭാഗവും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിശ്വസനീയമായ തെളിവുകൾ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. പരാതിക്കാരില്ല എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു പ്രതിസന്ധി. പക്ഷെ അപ്പോഴും ആശുപത്രി രേഖകൾ അന്വേഷണത്തിൽ നിർണായകമാണ് എന്ന് പറയേണ്ടി വരും. മറ്റു ചില തെളിവുകളും ഉടൻ പുറത്തു വരും എന്നാണ് സൂചന. അത് മുൻകൂട്ടി കണ്ടാണ് റിപ്പോർട്ടർ TVയെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കങ്ങളുമായി രാഹുൽ ഷാഫി ടീം മുന്നോട്ട് പോകുന്നത് എന്നാണ് വിലയിരുത്തൽ. പക്ഷേ അതെല്ലാം
തിരിച്ചടിയാകുമെന്നുള്ള മുന്നറിയിപ്പ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇവർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോവുകയാണ് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് തന്നെ ഈ വിഷയത്തിൽ കാണേണ്ടി വരും എന്ന് തന്നെ പറയാം. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ ഗ്രൂപ്പിലോ അംഗമാവുക. നന്ദി, നമസ്കാരം.